സ്പീക്കറായിട്ടിരുന്നു. അപ്പം അത്രയും റെസ്പെക്റ്റും ഒത്തിരി കിട്ടുന്ന ഒരു ചെയറായിരുന്നു അത്. പക്ഷെ ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ ഒത്തിരി പ്രകടനങ്ങളൊക്കെ അതിനകത്ത് കണ്ട് ഇപ്പം ഷെയ്ഡിൻ്റെ ഒക്കെ സിനിമ കാണുന്ന കൂട്ട ഒരു സ്പീക്കറിന്റെ കസാരയൊക്കെ എടുത്ത് എറിയുക. അത്ര ഒരു വാല്യൂവേ നമ്മൾ അതിന് കൊടുക്കുന്നുള്ളൂ. അതെന്നാ സാർ അങ്ങനെ? എല്ലാത്തിനും ഒരു ഡീജനറേഷൻ ഉണ്ട്, പോളിറ്റിക്സിലുണ്ട്, എല്ലാത്തിലും ഉണ്ടെന്ന് പറഞ്ഞാൽ പോളിറ്റിക്സിലുണ്ട്. ഈ പാർലമെൻ്ററി സംവിധാനത്തിലും വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ മാറ്റങ്ങൾ. അത് നല്ലതല്ല. ഇതാണ് പാർലമെൻ്ററി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റേണ്ടതാണ്. അപ്പോൾ എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരണം. അപ്പം നമ്മൾ അതിൽ തലപ്പത്ത് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ ഒരു മോഡലാകണം. ഇപ്പോൾ സ്പീക്കറായിട്ടിരുന്ന സമയത്താണ് നയന സാർ മുഖ്യമന്ത്രിയായി ഇരുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ല എന്നതേലും ഒരു കാര്യം പറയണമെന്നൊക്കെ ഭയങ്കര ഫലിതത്തോടു കൂടി പക്ഷെ എന്ന കാര്യം പറയുകയും ചെയ്യും. അദ്ദേഹമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസസ് ഒന്ന് പറയാമോ? നിയമസഭയിൽ അതിൻ്റെ അധ്യക്ഷൻ, അതിൻ്റെ അവസാന വാക്കെന്ന് പറയുന്ന സ്പീക്കറാണ്. അതിനപ്പുറം വേറെ ആരുമില്ല. മുഖ്യമന്ത്രിയില്ല, മന്ത്രിമാരില്ല, പ്രതിപക്ഷ നേതാവില്ല, ആരുമില്ല. ആ ഒരു ഇതാണ് നമുക്ക് നിയമസഭയിൽ വരേണ്ടത്. അതിനെത്ര കണ്ട് ഇദ്ദേഹം പ്രാക്ടിക്കലാണെന്നുള്ളതാണല്ലോ വിഷയം. അപ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ ഇതൊക്കെ ആണെങ്കിൽ പോലും ഒരു നിഷ്കളങ്കനാണ്. ഒന്നും ഉദ്ദേശിച്ചോ മനസ്സിൽ വെച്ചിട്ടോ പറയുന്ന ആളല്ല എപ്പോഴും. ഇപ്പം ഞാൻ അദ്ദേഹം അങ്ങോട്ട് പോയി പ്രോട്ടോക്കോൾ അനുസരിച്ച് സ്പീക്കർ അങ്ങോട്ട് പോയി കാണാൻ പാടില്ല. എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹം ഈ സ്ഥിരമായിട്ടിരിക്കുന്ന കസേരയിലൊന്ന് നോക്കി. അപ്പോൾ എന്നോട് ചോദിക്കുക, നീ കസേര നോക്കി വന്നതാണോ? ആരും തിരിച്ചു പോകും. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ. നീ എൻ്റെ കസേര നോക്കി വന്നതാണോ? നടക്കില്ല ഇവിടെ, വിട്ടുതരല്ല. ഇങ്ങനെയുള്ള തമാശകൾ ഉൾപ്പെടെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം തമാശയാണ്. പക്ഷെ അതിലെല്ലാം കാര്യങ്ങളുണ്ടാവും. നല്ല അനുഭവമാണ് അദ്ദേഹമായിട്ട് 5 വർഷം എല്ലാവർക്കും അതിശയമാണ്. അദ്ദേഹത്തിൻ്റെ ഫുൾ സപ്പോർട്ട് എനിക്ക് നേടാൻ സാധിച്ചു. നമ്മുടെ ഭരണഘടന അനുസരിച്ച് നിയമസഭയിൽ പരമാധികാരി എന്ന് പറയുന്നത് സ്പീക്കറാണ്. അത് ചോദ്യം ചെയ്യാൻ എക്സിക്യൂട്ടീവിന് അധികാരമില്ല. അത് ചോദ്യം ചെയ്യാൻ ജുഡീഷ്യറിക്ക് അവകാശമില്ല. അവർക്കൊന്നും ഇടപെടാൻ പാടില്ല. അതാണ്. പക്ഷേ ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും അധികാരങ്ങളുണ്ടെങ്കിലും ഒരു സ്പീക്കറുടെ വിജയം എന്ന് പറയുന്നത് ഒരു അധികാരവും ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് വിജയം. അധികാരം ഉപയോഗിച്ചിട്ടുള്ള വിജയമല്ല. അതെ, അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ കേട്ടു. പക്ഷെ ഇനി ഞാൻ എന്റെ മീൻകറി കൊടുക്കാറുണ്ട് മോശമായിട്ടോ. സാറിന് കൊടുക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ സാർ പൊളിറ്റിക്സിലേക്ക് വന്നപ്പോഴേ ശരിക്കും സാറിന്റെ ഒരു കുഞ്ഞു പ്രായത്തിലല്ലേ സാർ ഇപ്പം പൊളിറ്റിക്സിലേക്ക് വന്നത്? അപ്പോൾ സാർ ഒരു അഡ്വൈസ് ആയിട്ടോ അല്ലെങ്കിൽ റോൾ മോഡലായിട്ട് കണ്ടിരിക്കുന്ന ആരെയാ? EMSനെയാണ്. ഞാൻ സ്റ്റുഡൻറ്റ് പോളിറ്റിക്സിൽ വരുമ്പോഴും ഒരു ഗുരുനാഥനെ പോലെ കണ്ടിരുന്ന അദ്ദേഹത്തെയാണ്. അദ്ദേഹം തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളിലും വലിയ പ്രധാനപ്പെട്ട EMS. എൻ്റെ വിവാഹത്തിന് ഈ മാല കൊടുക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, EMS ആണ്. അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് ഇത് തന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ആർക്കും കൊടുക്കില്ല. അത് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിശയമായിപ്പോയി. എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇത് രക്ഷകർത്താക്കൾ ചെയ്യണം, ഞാൻ കൂടെ നിൽക്കാം, വിവാഹത്തിനൊക്കെ ഏതിനും പങ്കെടുക്കാം. പക്ഷേ മാല കൊടുക്കുന്നതിൻ്റെ അത് ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്. അത് രക്ഷകർത്താക്കൾ, അച്ഛനും അമ്മയുണ്ടല്ലോ, അവർ ചെയ്യണം. സർ, ഇപ്പം മന്ത്രിയായിരുന്നപ്പം സാറിന് ഒരുപാട് കാര്യങ്ങൾ സർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം അത് കഴിഞ്ഞു വന്ന ആൾക്കാരൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോയോ? അത് ഇല്ല, ചില ഓർഡറുകളൊക്കെ സർ. അതാണ് നമ്മുടെ നാടിൽ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഉള്ളൊരു കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. കേരളം എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കേണ്ടതല്ലേ? പക്ഷെ അല്ല, തുടക്കം എല്ലാം കേരളമായിരിക്കും. പക്ഷേ അത് ആ രൂപത്തിൽ മുന്നോട്ട് പോയിട്ടില്ല. ഈ ഇലക്ട്രോണിക്സ് ൻ്റെ മാറ്റമാണ് വലിയ ഈ 10-25 വർഷം അല്ലെങ്കിൽ 10-30 വർഷത്തിനുള്ളിൽ വന്ന ഏറ്റവും വലിയ മാറ്റം. അതിന് തുടക്കം കുറിച്ചത് ഇന്ത്യയിൽ തന്നെ കേരളമാണ്. ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തന്നെ ഇവിടെ ഉണ്ടായി. ഇതിന് ശേഷമാണ് ചെന്നൈയിലുണ്ടായത്, ഇതിന് ശേഷമാണ് ഹൈദരാബാദിലുണ്ടായത്, ഇതിന് ശേഷമാണ് UP അപ്ട്രോൺ ഒക്കെ ഉണ്ടായത്. ഇതിൽ നിന്ന് കോപ്പി ചെയ്തിട്ടാണ്. പക്ഷേ ആ കെൽട്രോണിൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ IT ആണല്ലോ
ആധുനികമായിട്ടുള്ളൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് IT ആണ്. IT-യുടെ കാര്യം ഞാൻ പറയേണ്ടതായിട്ടില്ല. ആ IT-യിൽ ആദ്യത്തെ ചുവട് വെച്ചത് ഇന്ത്യയിൽ തന്നെ ഈ കേരളമാണ്. ഒരു IT പാർക്ക്, ഇപ്പോൾ ടെക്നോ പാർക്ക് എന്ന് പറയുന്നില്ലേ, IT പാർക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് ഇവിടെയാണ്. വലിയൊരു വിപ്ലവം തന്നെയാണ് ഇന്ത്യയിൽ തന്നെ. പക്ഷേ ആ IT-യുടെ ടെക്നോ പാർക്കിൻ്റെ അവസ്ഥ എന്താ? അതിനുശേഷമാണ് ചെന്നൈയിൽ, അതിനുശേഷമാണ് ബാംഗ്ലൂർ, അതിനുശേഷമാണ് മുംബൈ, അല്ലെങ്കിൽ ആൾ ഓവർ ഇന്ത്യ വേൾഡ്. അവരൊക്കെ വളരെ മുമ്പിൽ പോയി. അവിടെ എല്ലാം നല്ലതായിട്ട് ഡെവലപ്പ് ആവുകയും നമ്മൾ മാത്രം ഇവിടെ തുടങ്ങിയ സ്ഥലത്ത് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു 50 വർഷം പിന്നിലായാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണ്, അത് പറയാതിരിക്കാനാവില്ല. അതിന് ഒരു മാറ്റമുണ്ടായാലേ കേരളത്തിൽ ഈ മാറ്റം ഉണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ സത്യം കേട്ടോണ്ടിരിക്കുവായിരുന്നു ഞാൻ. അതിന്റെ ഇടയിൽ സാറിനോട് കഴിക്കാൻ പോലും പറഞ്ഞില്ല. സാർ കഴിക്കണം. അതെ, കഴിക്കുന്ന കാര്യത്തിൽ കുറച്ച് സാർ കഴിച്ചാലേ എന്റെ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുള്ളൂ എന്റെ മീൻകറി നല്ലതാണോ അല്ലേന്ന്. മീൻകറി ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഇന്നത്തെ മീൻകറി തകർപ്പൻ ആണോ? അപ്പൊ എന്റെ പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് നോക്കാട്ടോ. അപ്പൊ സ്പീക്കർ സാർ ധൈര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മീൻകറി വെച്ചോളാൻ. അപ്പൊ ധൈര്യമായിട്ട് എല്ലാരും വീട്ടിലെ മീൻകറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഒന്നും പേടിക്കാനില്ല. ഒരു പുതിയ ഐറ്റം വേണം. ചെട്ടിനാട് മീൻകറി.